ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമുക്ക് ഈ ഒരു അടിപൊളി ജുംക വിത്ത് ഇയർ ചെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. എൻ്റെ ഫ്രണ്ട് ഈ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് അതുപോലെ ചെയ്യുമോ ചോദിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ എക്സാക്ട്ലി അതുപോലെയൊന്നും അല്ല കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ജുംക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ജുംക ബേസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു 30 to 40 സ്ട്രാൻഡ്സോളം ത്രെഡ് ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് കുറച്ചായി അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റി കൊടുക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു വീഡിയോ ഞാൻ ഒറ്റ ഷോർട്ടാക്കി ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ 3 മിനിറ്റിൽ ഇത് തികയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് കേട്ടോ ഇടാൻ പോകുന്നത്. അതായത് ഇവിടെ മുഴുവനും ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ കുറച്ച് കുന്തൻ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒട്ടിക്കുന്നത് ബേസായിട്ട് ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഗ്യാപ്പിൽ, അതായത് ആ ഓരോ ട്രയാങ്കിളിൻ്റെയും ഗ്യാപ്പിൽ ഇതുപോലെ വൈറ്റ് കളറിലെ കുന്തൻ സ്റ്റോൺ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. തേർഡ് ലെയർ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ്. അത് ഒരെണ്ണം നേരെയും ഒരെണ്ണം ഇൻവേർട്ടഡ് ആയിട്ടും അങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോർത്ത് ലെയർ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഡ്രോപ്പ് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ്. അതിൻ്റെ ഗ്യാപ്പ് വരുന്നില്ലേ, അവിടെ ചെറിയ വൈറ്റ് കളർ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫിഫ്ത്ത് ലെയർ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തത് സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് ആണ്. പിന്നെ ലാസ്റ്റ് ലെയർ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മുടെ ചെറിയ കുന്തൻ സ്റ്റോൺസ്. ജിമിക്കുകൾ രണ്ടും ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ സ്റ്റഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റഡ് വളരെ സിമ്പിളായിട്ടുള്ള ഫ്ലവർ ഷേപ്പിലുള്ള ഡിസൈൻ ആയതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഒരുപാട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുമല്ല സിമ്പിളും ആണല്ലോ. സ്റ്റഡിലേക്ക് സ്റ്റഡ് ബേസും ഐപ്പിനും വാക്സ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അത് ഡ്രൈ ആകാൻ വെക്കാം. ഇനി നമുക്ക് ജിമിക്കിലേക്ക് ഹാങ്ങിങ് കൊടുക്കാനുള്ള ഐപ്പിൻസും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ 7000 ഗ്ലൂവിൻ്റെ നോസിലില്ലേ, ഇത്തിരി ത്രെഡിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇത്ര അധികം ഗ്ലൂ തന്നെ അതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് വേണം കേട്ടോ ഐപ്പിൻസ് ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ എത്രയാണോ ഐപ്പിൻസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഞാനിവിടെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നല്ലവണ്ണം ഡ്രൈ ആകാൻ വെക്കാം. ഡ്രൈ ആയതിനു ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിത് അസംബിൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിന് ഇയർ ചെയിൻ അല്ലെങ്കിൽ മാട്ടിയും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയിനിൻ്റെ അറ്റത്ത് ഒരു ജംപറിങ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ജംപറിങ് ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 പേൾ ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ജെല്ലി ബീഡിൻ്റെ ലോറിയാൽ ഉണ്ടാക്കിയത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ കണ്ണി ഇടവിട്ട് ഈ ലോറിയാൽസ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ലോറിയാൽസ് മുഴുവനും ഞാൻ ചെയ്തെടുത്തതാണ് കേട്ടോ. ആ പേൾ ലോറിയാൽസും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, പിന്നെ ഈ ജെല്ലി ബീഡ്സിൻ്റെ ലോറിയാൽസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 മാട്ടിക്ക് വേണ്ടിയുള്ളതും ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ഈ ജെല്ലി ബീഡിൻ്റെ ലോറിയാൽസ് നമ്മുടെ ജിമിക്കിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് പാർട്ട് 2 കാണാം കേട്ടോ.